എടാ മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇനി വന്ന് തലയിൽ കയറിയേക്കുവാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ സബ്ജക്റ്റിലും ഒരുപാട് വലിച്ചു വാരിയുള്ള നോട്ട്സ് ഒന്നും നിങ്ങൾക്ക് തരത്തില്ല. ഒരു വീഡിയോയിൽ ഒരൊറ്റ ചോദ്യം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ എല്ലാ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാമിന് എന്താണോ വേണ്ടത്, അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് സാറ് വന്നേക്കുന്ന മാത്സിന്റെ ഒരു കിഡിലൻ ചോദ്യമായിട്ടാണ്. ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2-3 ചോദ്യങ്ങൾ ഏതൊക്കെ വെറൈറ്റി രീതിയിൽ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതേ നോക്കിക്കോ. ഇൻ ദ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ബി എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. പി ആൻഡ് എടാ മക്കളെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ക്രിസ്മസ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വലിച്ചു വാരിയുള്ള ക്ലാസ്സുകൾ ഒന്നും ഇനി തരുന്നില്ല. ഒരു വീഡിയോയിൽ ഒരൊറ്റ ചോദ്യം, പക്ഷെ ആ ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ആ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല ചോദ്യങ്ങളിലും നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും. അത് ഞാൻ പറയുന്നില്ല, ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ. In the figure, AB is the diameter of the circle and it is extended to a point P. ദേ നോക്കിയാ ഫിഗർ നോക്കിയേ, എ മുതൽ ബി വരെയുള്ള ദൂരം സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, പി വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. പി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ വെളിയിലാണ്. ദ ടാൻജന്റ് ഫ്രം പി ടച്ചസ് ദ സർക്കിൾ അറ്റ് ക്യൂ. പിയിൽ തുടങ്ങുന്ന ഒരു ടാൻജന്റ് ശരിയാണ്, ക്യൂ വരെ ഉണ്ട് ശരിയാണോ? ക്യൂവിലാണ് സർക്കിളിനെ മുട്ടിയത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതേ നോക്കാം, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ എന്താ ഞാൻ ചെയ്തേ? ഫസ്റ്റ് ഫിഗറിൽ നിന്നും ആദ്യം ചെയ്ത സർക്കിളിന്റെ സെൻട്രൽ നിന്നും ക്യൂവിലേക്ക് എന്ത് ചെയ്തു? ഒരു വര വരച്ചു. സർക്കിളിന്റെ സെൻട്രൽ നിന്നും ക്യൂവിലേക്ക് ഒരു വര വരച്ചു. ഇപ്പൊ നോക്കിക്കേ, എടാ ശ്രദ്ധിച്ച് നോക്കിക്കോണേ. എ മുതൽ നമുക്ക് പി വരെയുള്ള ദൂരം അറിയാം 8 സെന്റിമീറ്ററാണ്. എ മുതൽ പി വരെയുള്ള ദൂരം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാനിവിടെ പറയുന്നു സർക്കിളിന് ഇപ്പം ഞാൻ സെൻറ്റർ പോയിന്റിനെ കയറി ഒ എന്ന് വിളിച്ചു. സെൻറ്റർ പോയിന്റിനെ കയറി ഒ എന്ന് വിളിച്ചു. എ മുതൽ ഒ വരെയുള്ള ദൂരം നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസാണ്. ഞാൻ കയറി 6 എന്ന് വിളിച്ചു. മൊത്തം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഒ മുതൽ പി വരെയുള്ള ഈ ദൂരം ഇല്ലേ, ഒ മുതൽ പി വരെയുള്ള ഈ ദൂരം, ഇതിനെ കയറി നമുക്ക് 8-ൽ നിന്നും 6 കുറച്ചതാണെന്ന് എഴുതിക്കൂടെ? അപ്പം നോക്കിക്കേ, 8 - 6 എന്ന് എഴുതാം. ശരിയാണോ? ഒ മുതൽ പി വരെയുള്ള ദൂരം 8 - 6 ആണ്. ഇനി ശ്രദ്ധിച്ചോണേ, നമുക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാ. സർക്കിളിന്റെ ടാൻജന്റും റേഡിയസും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ശരിയാണോ? സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും, അതായത് നമുക്ക് നമ്മുടെ ആരവും തൊടുവരയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ മനസ്സിലായി, ഇത് 6 ആണെങ്കിൽ ഒ മുതൽ ക്യൂ വരെയുള്ള ദൂരവും എന്ത് തന്നെ? 6 തന്നെ, കാരണം സർക്കിളിന്റെ റേഡിയസാ. ശരിയല്ലേ? ഇനി നോക്കിക്കോണേ, ഞാൻ ട്രയാങ്കിൾ ഒ പി ക്യൂ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ഒ പി ക്യൂ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇനി ആ ട്രയാങ്കിളിനെ പറ്റി മാത്രം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നവനെ കയറി നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കാം. ശരിയാണോ? കർണം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ നീളത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി 2 വശങ്ങളുടെ സ്ക്വയറും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ശരിയാണോ? എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 6ന്റെ സ്ക്വയറെ പ്ലസ് ഇവിടുത്തെ 4ന്റെ സ്ക്വയറും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 6ന്റെ സ്ക്വയർ ആയിരിക്കും. സെറ്റാണ്. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഒ ക്യു പി എന്ന് പറയുന്നത് എന്താണ്? ഒ ക്യു പി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ത്രികോണം കണ്ടോ? ഈ ത്രികോണം എന്ന് പറയുന്നത് എന്താണ്? മട്ട ത്രികോണമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. ഞാനിവിടെ R² പ്ലസ് 4ന്റെ സ്ക്വയർ, ഇത് രണ്ടും ഞാൻ കോപ്പി അടിച്ചെഴുതി. മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് കോപ്പി അടിച്ചെഴുതി. ഇവിടെ നോക്കിക്കടാ, 8 - R ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A - B ഹോൾ സ്ക്വയർ ഫോമിലാണോ? നമുക്കതിൻ്റെ എക്സ്പാൻഷൻ അറിയാം. A² - 2AB + B². A², അപ്പോൾ 8ന്റെ സ്ക്വയർ മൈനസ് 2AB 2 × 8 16, 16 × 6 എന്ന് പറഞ്ഞാൽ 16R. ശരിയാണോ? പ്ലസ് 6ന്റെ സ്ക്വയർ. സെറ്റാണേ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ നോക്കിയപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു 6 കിടപ്പുണ്ട്, R² കിടപ്പുണ്ട്, റൈറ്റ് സൈഡിലും ഒരു +R² കിടപ്പുണ്ട്. ഇവന്മാരെ രണ്ടിനെ കൂടെ ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി സ്റ്റെപ്പ് ഇതേ നോക്കിക്കോണേ. ഇവിടെ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, = ബാക്കി ഇവിടെ എന്തുണ്ട്? 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്, -16R. ശരിയല്ലേ? ഞാൻ 16ന്റെ അവിടെ തൊട്ട് +64 കൂടെ ഈക്വൽ സൈനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാൻ പോകണം. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം. +64 ഇങ്ങോട്ട് വരുമ്പോൾ ആരാവും?
-64 ഇസ് ഈക്വൽ ടു -16R. ശരിയാലേ? 16 - 64 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അത് -48 ആണ്. അപ്പോൾ -48 എന്ന് പറഞ്ഞാൽ -16R. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ നെഗറ്റീവ് സൈൻ കട്ട് ചെയ്ത് കളയുന്നു. രണ്ട് സൈഡിൽ ഒരുപോലെ മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ശരിയാണ്, ചുമ്മാ തോന്നിടത്തിട്ട് വെട്ടിക്കളയില് രണ്ട് സൈഡിൽ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം 48 ഇസ് ഈക്വൽ ടു 16R. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ 48 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എനിക്ക് 6 എന്ന് എഴുതിക്കൂടെ? എന്ന് പറഞ്ഞാൽ 16 3 48. നമ്മുടെ ആറിൻ്റെ വാല്യൂ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടും. നമ്മുടെ റേഡിയസ് എനിക്ക് എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? സർക്കിൾ ഉണ്ടായിരുന്നു, സർക്കിളിന് എന്ത് ചെയ്തു? ഒരു റേഡിയസ് വരച്ചു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പം ചുമ്മാ സെൻറ്ററിൽ നിന്നൊരു റേഡിയസ് അങ്ങോട്ട് വരച്ചു, ടാൻജന്റിലോട്ട് വരച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു മട്ടത്രികോണമാണ്. ശരിയാണോ? മട്ടത്രികോണമാണെങ്കിൽ വലിയ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറിൻ്റെ സം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എഴുതി 6ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും കൂടെ കൂട്ടിയാൽ 8 - 6ൻ്റെ സ്ക്വയർ കിട്ടും. ശരിയാണോ? 8 - 6 എന്ന് പറഞ്ഞാൽ a - b ദ ഹോൾ സ്ക്വയർ, a² - 2ab + b സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? r² കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പുറത്തുള്ളവനെ അപ്പുറത്ത് കൊണ്ടുപോയി 6 മാത്രമാക്കി. കാരണം നമുക്ക് ഉത്തരം വരേണ്ടത് r ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു എന്നായിരുന്നു. സെറ്റല്ലേ? കിട്ടില്ല ചോദ്യമല്ലേടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റിനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.